अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതയേ നമഃ. ഓം വിഷ്ണുവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലെ ഭൂരുവംശത്തെ പറ്റിയാണ്. ചന്ദ്രവംശത്തിൻ്റെ തുടർച്ചയാണ് ഭൂരുവംശം. ചന്ദ്രവംശത്തിലെ യയാതി രാജാവിന് ദേവയാനി എന്ന പത്നിയിലെ 2 പുത്രന്മാരും വിധി മൂലം തോഴിയാകേണ്ടി വന്ന രാജപുത്രിയായ ശർമ്മിഷ്ഠയിലെ 3 മക്കളും ഉണ്ടായി. ആദ്യത്തെ ആള് യദുവാണ്. യദുവിൻ്റെ പരമ്പര യാദവന്മാര് എന്ന വിധത്തിൽ അറിയപ്പെടുന്നുണ്ട്. അതാണ് കൃഷ്ണനുമൊക്കെ ജനിച്ചത് ആ വംശ പരമ്പരയിലാണ്. രണ്ടാമത്തെ മകനാണ് തുർവസു. തുർവസുവിൻ്റെ പരമ്പര യവനന്മാർ എന്ന് അറിയപ്പെടും. ഇവർ രണ്ടുമാണ് ദേവയാനിയുടെ മക്കൾ. ശർമ്മിഷ്ഠയുടെ ആദ്യ മകനാണ് ദ്രുഹു. ആ പരമ്പര ഭോജന്മാർ എന്ന് അറിയപ്പെടും. അനുവിൻ്റെ രണ്ടാമത്തെ മകനാണ് അനു. അനുവിൻ്റെ വംശപരമ്പര മ്ലേച്ഛന്മാരാണ്. മൂന്നാമത്തെ മകനാണ് പൂരു. പൂരുവിൻ്റെ വംശപരമ്പരയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പ്രവീരന് ശതുരുചി എന്ന പത്നിയിലെ 3 കുട്ടികളുണ്ടായി. ആദ്യത്തെ ആളാണ് പ്രവീരൻ. പ്രവീരൻ അഥവാ പ്രവീരാഖ്യൻ്റെ പത്നിയാണ് ശൈബ്യ. മറ്റ് 2 കുട്ടികൾ ഈശ്വരൻ, രൗദ്രാശ്വൻ എന്നിവരാണ്. ശൈബ്യയുടെ മകനാണ് മനസ്സു. മനസ്സുവിന് 3 മക്കൾ. അവരിൽ അഭേദൻ എന്ന പുത്രൻ്റെ മകനാണ് സുന്വാൻ. സുന്വാൻ്റെ ഭാര്യ രഥന്തരി. അവരുടെ മകനാണ് യവീയൻ. യവീയൻ ഒരു ഗന്ധർവ്വയെ വിവാഹം കഴിച്ചു. അവർക്ക് 8 പുത്രന്മാരുണ്ടായി. അവരിൽ രുദ്രാശ്വൻ എന്ന പുത്രൻ ഉന്നതസ്ഥയായ ഒരു അപ്സര സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർക്ക് 10 മക്കളുണ്ടായി. ആദ്യത്തെ മകനായ ഋഷയുവിൻ്റെ മകനാണ് മതിനാരൻ. മതിനാരന് 4 പുത്രന്മാര്. അതിൽ തംസുവിന് ഇലിലൻ എന്നൊരു പുത്രനുണ്ടായി. ആ പുത്രൻ്റെ ഭാര്യയാണ് രഥന്തരി. അവർക്ക് 5 മക്കൾ. ദുഷ്യന്തൻ മുതലായ 5 മക്കൾ. ദുഷ്യന്തൻ്റെ പത്നി ലക്ഷണ. അവരുടെ മകനാണ് ജനമേജയൻ. അതുകൂടാതെ ദുഷ്യന്തന് പിന്നീടുണ്ടായ ഭാര്യയാണ് ശകുന്തള.
അവരുടെ മകനാണ് ഭരതൻ. ഭരതൻ മൂലമാണ് ഭാരതം എന്ന പേര് ലഭിച്ചതെന്ന് മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദക്ഷൻ, വയോശ്രതമനു, ഭരതൻ, കുരു, അജമീടൻ എന്നീ രാജാക്കന്മാരിൽ നിന്ന് ധാരാളം രാജാക്കന്മാര് ഭൂമിയിലെ പിറന്ന് ക്ഷത്രിയ രാജാക്കന്മാരുടെ എണ്ണം വളരെ വർദ്ധിച്ചു. യവീയന്റെ പുത്രന്മാരാണ് ശൂരൻ, ദൃഢധന്വ, ഉഷ്മാൻ, രുദ്രാശ്വൻ, വൃഷദാശ്വൻ, ബൃഹദ്വൻ, ഗയൻ, മനു. അവര് 8 പേരാണ്. പിന്നീട് രുദ്രാശ്വന്റെ കുട്ടികളെ കൂടി പറയാം. അപ്സര ശ്രീയെ വിവാഹം കഴിച്ചുണ്ടായ കുട്ടികൾ ഋചേയു, കക്ഷേയു, കൃഗണേയു, അസ്തണ്ടിലേയു, വനേയു, അഞ്ജലേയു, തേജേയു, സത്യേയു, ധർമ്മേയു, സന്നതേയു എന്നീ 10 പേരാണ് രുദ്രാക്ഷന്റെ 10 മക്കളും. ഇനിയും ധാരാളം ആളുകളെ പറ്റി പറയാനുണ്ട്. അത് വഴിപോലെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരുവംശത്തെ പറ്റിയുള്ള വരികൾ ഇവിടെ പൂർത്തിയാകുന്നത്. ഈ കഥാഭാഗം ഭഗവാന്റെ കാൽക്കളിൽ സമർപ്പിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നു. ഓം വിഷ്ണുവേ നമഃ. ഓം നാരായണായ നമഃ.